ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്കെതിരെ ഈജിപ്തിന്റെ തോൽവിക്ക് പിന്നാലെ റഫറിയിങ്ങിനും ഫിഫയ്ക്കുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി ഈജിപ്ത് പരിശീലകൻ ഹൊസാം ഹസൻ. ലോക ചാമ്പ്യന്മാരെ ടൂർണമെന്റിൽ നിലനിർത്താനോ മെസ്സി തുടർന്നും കളിക്കാനോ ചിലർ ആഗ്രഹിച്ചിരിക്കാം എന്നായിരുന്നു ഹൊസാമിന്റെ പരാമർശം. ഫിഫയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഈജിപ്ഷ്യൻ താരങ്ങളും രംഗത്തെത്തി. ടൂർണമെന്റിലെ വിജയിയെ ഫിഫ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇനി കപ്പ് നേരിട്ട് അർജന്റീനയ്ക്ക് തന്നെ കൊടുത്താൽ മതി എന്നുമായിരുന്നു മത്സരശേഷം ഈജിപ്ഷ്യൻ താരം മുസ്തഫ സീക്കോയുടെ പ്രതികരണം. ഇതിനിടെ റഫറി ഫ്രാങ്കോയിസ് ലെറ്റക്സിനെതിരെ ഈജിപ്ഷ്യൻ ടീം ഫിഫയ്ക്ക് ഔദ്യോഗികമായി പരാതിയും നൽകിയിട്ടുണ്ട്. മത്സരത്തിലെ റഫറിയിങ്ങിനെ പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിലും ചൂടേറിയ ചർച്ചയാണ് നടക്കുന്നത്. അർജന്റീന ഈജിപ്ത് മത്സരത്തെക്കുറിച്ച് വരുന്ന ആരോപണങ്ങളുടെ വാസ്തവം എന്താണ്? അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ നടപടികളിൽ ദുരൂഹതകളുണ്ടോ? കാണാം RDX റാപ്പ്. ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യം വെച്ചിറങ്ങിയ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തിൽ നിന്നുണ്ടായത്. മത്സരത്തിന്റെ 79-ാം മിനിറ്റ് വരെ 2 ഗോൾ ലീഡുമായി മെസ്സിയെയും സംഘത്തെയും തറപറ്റിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഈജിപ്തിന് എന്നാൽ കളി അവസാനിക്കുമ്പോൾ 3-2 എന്ന സ്കോറിന് പരാജയപ്പെടേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണ് അർജന്റീനയുടെ ഇഞ്ചുറി ടൈമിലെ ഗോളിനെ പറ്റിയും 58-ാം മിനിറ്റിൽ ഈജിപ്തിന് നിഷേധിച്ച ഗോളിനെ പറ്റിയും വിവാദമുയരുന്നത്. മത്സരം നിയന്ത്രിച്ച റഫറിക്കും ഫിഫയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഈജിപ്ത് പരിശീലകൻ ഹൊസാം ഹസൻ രംഗത്തെത്തിയത്. ഈജിപ്തിന് ലഭിക്കേണ്ട ഗോൾ നിഷേധിച്ചതാണ് മത്സരഫലത്തെ സ്വാധീനിച്ചതെന്നായിരുന്നു ഹൊസാം ഹസന്റെ പ്രതികരണം. മത്സരത്തിലെ റഫറിയിങ്ങിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാണ്. അമേരിക്കൻ താരം ഫൊളാരിൻ ബെലോഗണിന് ചുവപ്പ് കാർഡ് ലഭിച്ചതിനെ തുടർന്നുണ്ടായ വിലക്ക് പിൻവലിച്ച ഫിഫ നടപടിയും ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലും നേരത്തെ വലിയ വിവാദമായിരുന്നു. അതേസമയം വിവാദങ്ങൾക്കിടയിലും അവസാന നിമിഷ തിരിച്ചുവരവിൽ മതിമറന്ന് ആഘോഷിക്കുകയാണ് അർജന്റീന ആരാധകർ. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇന്നലെ രാത്രി കളി കഴിഞ്ഞതിന് ശേഷം ഈ സമയം വരെയും ഇനി അങ്ങോട്ടും വലിയ ചർച്ചയാണ് എല്ലായിടത്തും. ഇന്നലെ ഈ കളി അതിഗംഭീരമായിട്ടുള്ള കളിയായിരുന്നു. 79 മിനിറ്റ് വരെ പരാജയപ്പെട്ടു പോകുമെന്ന് കരുതിയ അർജന്റീന വന്ന് ഗംഭീരമായിട്ട് കളിച്ച് വിജയിച്ചു. പക്ഷേ അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ടും ചേരിതിരിഞ്ഞുമൊക്കെ വലിയ ചർച്ചകളാണ്. എങ്ങനെ കാണുന്നതിന്? അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ വലിയ ഫുട്ബോൾ വിദഗ്ധരൊന്നുമല്ല, പക്ഷേ കളി കാലങ്ങളായി നമ്മളിങ്ങനെ കളി കാണുന്നു, കളി ആസ്വദിക്കുന്നു. അതിനെ ഈ പറഞ്ഞതുപോലെ ഒരു ലോക മാനവികതയെ ഒരുമിച്ച് നിർത്തുന്ന, വളരെ സന്തോഷിപ്പിക്കുന്ന, മറ്റെല്ലാ ഭിന്നതകൾക്കും അപ്പുറത്ത് ആസ്വദിക്കാനും ആഘോഷിക്കാനും പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കായിക രൂപമാണല്ലോ ഫുട്ബോൾ. ആ നിലയ്ക്ക് ഫുട്ബോൾ ലോകത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ ഈ കണ്ട് ചർച്ച ചെയ്ത് പോയേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് ചില അഭിപ്രായങ്ങൾ പറയുകയാണ്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് വിദഗ്ധനല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയട്ടെ. മാത്രമല്ല, കാലാകാലങ്ങളായി നമ്മൾ ഈ ഒരു ടീമിനോടുള്ള ആരാധന എന്നുള്ള മട്ടിൽ നമ്മൾ എങ്ങനെ ഉറച്ചൊരു ടീമിനൊപ്പം നിരന്തരം നിൽക്കുന്ന ഒരു സമീപനം തൽക്കാലം എനിക്കില്ലാനും. നമ്മൾ കളി കണ്ടു തുടങ്ങുമ്പോൾ ഈ ആദ്യമായി TV-യിൽ കാണുമ്പോൾ മറഡോണ രണ്ടാമത്തെ കളി കളിക്കുന്ന ഞാൻ കാണുന്നത്. അതായത് മറഡോണയെ കണ്ടിട്ട് അതിൻ്റെ ഒരു ആവേശം ആണ് നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ കാലത്ത് അതായത് അർജന്റീനയുടെ കിരീടധാരണത്തിന് ശേഷം തൊട്ടു പിന്നാലെ രണ്ടാമത് പരാജയപ്പെടുന്ന മത്സരമുണ്ട്. ആ മത്സരമാണ് ഞാൻ കാണുന്നത്, ശരിക്ക് പൂർണ്ണമായിട്ടിരുന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ നമ്മൾക്ക് അർജന്റീനയോട് ഒരു വലിയ ആരാധന സ്വാഭാവികമായിട്ടും മറഡോണയോട് ഒക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താണ് എല്ലാ കാലത്തും അർജന്റീനയുടെ ആരാധകനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിന് തൊട്ട് ചേർന്ന് വരുന്ന കളി വിജയിക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയുടെ താരങ്ങളെല്ലാം അന്നത്തെ വലിയ ഗംഭീര താരങ്ങളാണ് ലോതർ മത്തേഴ്സിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അവരെ കുറേ കൂടി നമ്മൾ ജയിച്ച് കാണുന്ന ടീമിനൊപ്പം കൂടുക എന്നുള്ളതാണല്ലോ ആദ്യം സംഭവിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ ജർമ്മനിയുടെ ഒപ്പമായിരുന്നു. ഇങ്ങനെ കേരളത്തിലെമ്പാടും ടെലിവിഷൻ വന്ന് തുടങ്ങിയ കാലത്തിന് മുമ്പ് കളി ആരാധകരുണ്ട്. എഴുതിയത് വായിച്ച് ഇങ്ങനെ ആരാധനയോടെ പത്രങ്ങളിലൊക്കെ വരുന്നത് ഇങ്ങനെ എഴുതി കാണുന്നത് വായിച്ച് ആരാധന ഉണ്ടായവരുണ്ട്. പക്ഷേ TV വന്നതിന് ശേഷം ആരാധനയുടെ സ്വഭാവം മാറി. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയ ഒരു കാര്യം, കേരളത്തിൽ പ്രത്യേകിച്ച്, ആദ്യം കേരളത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഈ വേൾഡ് കപ്പിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ജർമ്മനിക്ക് ഒത്തിരി ആരാധകരുണ്ട് ഈ രാജ്യത്ത്. ജർമ്മനി നേരത്തെ പോയി, പ്രീ ക്വാർട്ടറിൽ എത്തുന്നതിന് മുമ്പ്. അതുപോലെ ബ്രസീൽ പുറത്തുപോയി, പോർച്ചുഗൽ പുറത്തുപോയി. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങളോ അല്ലെങ്കിൽ ടീമുകളോ പുറത്തു പോയിട്ടുണ്ട്. പിന്നെ ഈ പുറത്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ടീം ഏതാണ്? അർജന്റീനയാണ് കേരളത്തിൽ. അപ്പോൾ അർജന്റീന തുടരുകയാണ്.
അതിലൊരു അസ്വസ്ഥതയും പ്രശ്നവും മറ്റെല്ലാവരും ഒറ്റ മറ്റെല്ലാവർക്കും ഉണ്ട്. അർജന്റീന അപ്പോൾ വിരുദ്ധത. അർജന്റീനക്കാർ എല്ലാ കാലത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് തരക്കാരെ ഇവിടെ ഉള്ളൂ. ഒന്ന് അർജന്റീന ഫാൻസ്, അർജന്റീനയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരും പിന്നെ അർജന്റീന വിരുദ്ധരും എന്നവർ പറയും. ആ മട്ടിലാണ് ഈ വൈകാരിക പ്രകടനങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇവിടുത്തെ ഫാൻസിൻ്റെ ബഹളമൊക്കെ. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു പ്രശ്നം മുമ്പൊക്കെ കാണുന്നത് പോലെ അല്ല. അതിനപ്പുറത്ത് ഭയങ്കരമായി മോശം കമൻറ്റുകളും വല്ലാത്ത രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. അത് ഒരെണ്ണവശാലും ഫുട്ബോൾ അംഗീകരിക്കാത്ത വർഗീയവും വംശീയവുമായിട്ടുള്ള പരാമർശങ്ങളും അത്തരം ചീത്തവിളികളുമൊക്കെയാണ് സത്യത്തിൽ ഇപ്പം നടക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ കളിയെക്കുറിച്ച് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, രണ്ട് ടീമുകളും നന്നായി കളിച്ചു. അതിൽ കുറേ മികച്ച കളി കാഴ്ചവെച്ചത് തീർച്ചയായും അർജന്റീന തന്നെയാണ്, അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എന്നാൽ ഈജിപ്തിന് നമ്മളിപ്പോൾ സ്വാഭാവികമായി എല്ലായ്പ്പോഴും നമുക്കിപ്പോൾ ഈജിപ്റ്റ് പോലെ ഒരു ആഫ്രിക്കൻ രാജ്യം അങ്ങനെ കുതിച്ചു വരണം എന്നും അവർ അർജന്റീന പോലൊരു രാജ്യത്തെ തോൽപ്പിച്ച് ലോകകപ്പിൽ കൂടുതൽ മുന്നോട്ട് പോകണമെന്നൊക്കെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്, തീരുമാനങ്ങളാണ് പിശകുന്നത്. എനിക്ക് ഈ കളി കണ്ടപ്പോൾ തോന്നിയത് രണ്ട് കോച്ചുമാരുടെ മത്സരമായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിൽ അർജന്റീനയുടെ കോച്ച് കൂടുതൽ മികച്ച തീരുമാനങ്ങൾ എടുത്തു. ഇപ്പുറത്ത് വൈകാരികമായ ചില തീരുമാനങ്ങളിലൂടെ ഈജിപ്തിൻ്റെ കോച്ച് ആ കളിയെ പരാജയപ്പെടുത്തുന്നതിൽ ഒരു പങ്ക് വഹിച്ചു എന്നാണ് എനിക്ക് ആ കളി കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ അവരുന്നയിച്ച മാത്രമല്ല, വിജയിച്ച് നിൽക്കുന്ന ഒരു കളി പെട്ടെന്ന് കൈവിട്ടു പോകുമ്പോൾ സ്വാഭാവികമായും വൈകാരികമായ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. പിന്നെ നേരത്തെ തന്നെ അവിടെ നിലനിൽക്കുന്ന ചില സംഗതികളുണ്ട്. കാരണം പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈജിപ്റ്റ് ആ കളിക്കളത്തിൽ നിൽക്കുന്നത്. ഈ കോച്ച് തന്നെ നേരത്തെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അദ്ദേഹം പതാകയുമൊക്കെ ആയിട്ട് കളത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പുറത്ത് അർജന്റീനയിൽ ധാരാളം ഇസ്രായേൽ പക്ഷപാതികളൊക്കെ ഉണ്ട്. അതിൻ്റെ മറ്റൊരു തലമാണ്. അവർ ഈ കോച്ച് ആദ്യം ഈ പലസ്തീൻ്റെ പതാക എടുത്തതോടെ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പുറത്ത് ഇസ്രായേലിൻ്റെ പതാകയുമായി ഇവരും ഈ അർജന്റീനയുടെ കാണികൾ അവരും വന്നു. ഈ വംശീയ അധിക്ഷേപമൊക്കെ നടത്തുന്നതിൽ അർജന്റീനയുടെ കാണികളും അത്ര പിന്നോട്ടൊന്നുമല്ല. അത് മാത്രമല്ല, ഇത്തരം വർഗീയമായ അധിക്ഷേപം നടത്തുന്നതിൽ അവരൊന്നും അത്ര പിന്നോട്ടൊന്നുമല്ല. പക്ഷേ അതിന് ആ ടീമിനെയും ആ താരങ്ങളെയും മെസ്സി അടക്കമുള്ളവരെയും എല്ലാം അതിൽ കുറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്, ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച ടീം എന്ന് പേരെടുത്ത ടീമാണല്ലോ. ടീമുകളിലൊന്നാണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം. എല്ലായിടത്തും പോയി കളിക്കുന്നുണ്ട്. ഇന്ത്യൻ ആരാധകർ എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നുണ്ട് തനീഷെ. ഈ വർഗീയമായിട്ടൊക്കെയുള്ള എത്ര അധിക്ഷേപങ്ങൾ ഇന്ത്യൻ ആരാധകർ നടത്തുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മുടെ ഇവിടെയുള്ള സഞ്ജു സാംസൺ അടക്കമുള്ള കളിക്കാർക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുമോ? ആ കളിക്കാർക്കല്ല, ടീമിനല്ല. ആ ടീമിൻ്റെ വിജയം നമ്മളും ഇന്ത്യൻ ടീമിൻ്റെ വിജയം നമ്മളെപ്പോലെ ഒരു കാരണവശാലും അത്തരത്തിൽ വർഗീയമായി ഈ ഒരു ടീമിനെയോ ആ ടീമിൻ്റെ കളിയെയോ ഒന്നും കാണാത്ത നമ്മളും ഈ അങ്ങേയറ്റം വർഗീയമായി ഇതിനെ കാണുന്നവർ ഒരുപോലെ ആസ്വദിക്കുന്നുണ്ട്. അതാണല്ലോ അതിൻ്റെ ഒരു രസം. ഈ കായിക ഇനങ്ങളുടെ ഇപ്പോൾ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അതൊക്കെ എല്ലാവരും ആ മട്ടിൽ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്ക് ഇതിനെല്ലാം അപ്പുറത്തേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. പലർക്കും പല കാരണങ്ങളുണ്ട്. വർഗീയമായതും വംശീയമായതുമായ കാരണങ്ങൾ ചിലർക്ക് ചില ടീമുകളെയോ ചില വ്യക്തികളെയോ ആരാധിക്കാനുണ്ടാവും. പക്ഷെ അതല്ലാത്തവരുമുണ്ട്. ഇതെല്ലാം അല്ലാത്തവർക്കും പറ്റുന്ന സംഗതിയാണ് ഈ ഫുട്ബോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വംശീയമായ അധിക്ഷേപമൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമൊക്കെ പിന്നെ ഈജിപ്തിൻ്റെ കോച്ച് ഉന്നയിച്ചിരുന്നു. കോച്ച് ഉന്നയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ആരോപണം ഗ്രൗണ്ടിൽ ഉന്നയിച്ചു. പക്ഷെ അതിനപ്പുറത്ത് പുറത്തേക്ക് അതങ്ങനെ പറയുന്ന സ്ഥിതിയൊന്നും ഉണ്ടായില്ല. അത്തരമൊരു ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ കർശനമായി ഈ റഫറി ഇടപെടമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഇടപെടുന്ന റഫറിയാണ് ഇദ്ദേഹം. പിന്നെ വലിയ ജ്ഞാനമൊന്നും ഇതിനെക്കുറിച്ചില്ല. ഞാനുള്ള ഒരു പറഞ്ഞു കേട്ടത് ഈ വാറൊക്കെ പൂർണ്ണമായി കൃത്യമായി പാലിച്ച് തന്നെയാണ് ഈ ഗെയിം പൂർത്തിയായത്. അപ്പോൾ എല്ലാ ഗോളിലും ഇപ്പോൾ രണ്ടാമത്തെ ഈജിപ്തിൻ്റെ ഗോളിൽ അവസാനത്തെ ഈജിപ്തിൻ്റെ ഗോൾ അംഗീകരിച്ചു കൊടുക്കുക, അതല്ല ഫൗള് അംഗീകരിച്ചു കൊടുക്കാത്തത് തെറ്റായിപ്പോയി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു. അവസാനത്തെ അർജന്റീനയുടെ ഗോളിന് തൊട്ട് മുമ്പുള്ള ഫൗൾ അംഗീകരിച്ചു കൊടുക്കാത്തത്. പക്ഷേ അതും കൃത്യമായി മോണിറ്റർ ചെയ്ത് തന്നെയാണ് പോകുന്നത് വാർ. പക്ഷേ അത് പരിഗണിക്കേണ്ട ഒന്നായി അവർക്ക് തോന്നാത്തതുകൊണ്ടാണ്. വാർ ഇത് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, വാർ നോക്കിയിട്ട് തന്നെയാണ് റഫറിയെ വിളിച്ചു വരുത്തി അതിലൊരു ആക്ഷനിലേക്ക് പോകാത്തതാണ് എന്നാണ് അവരത് പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയാലും ഒരൊറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളൂ ഇതിനകത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിദഗ്ധനല്ലാത്തത് കൊണ്ട് അത് വേറൊന്നുമല്ല. ഈ
അവസാനത്തെ 11 മിനിറ്റ് ഉള്ള കളി എന്ന് പറയുന്നത് അപ്പം കളിയല്ലായിരുന്നു എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? ഇപ്പം മെസ്സി ആദ്യത്തെ മെസ്സിയുടെ അസിസ്റ്റ് ആയാലും രണ്ടാമത്തെ മെസ്സിയുടെ ഗോളായാലും ഒക്കെ അത് കളിക്കാതെ നേടിയ ഗോളുകളല്ലല്ലോ. മാത്രമല്ല ഇതിനകത്ത് ഈ സ്കലോണി വളരെ തന്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളാണ് അവസാന ഘട്ടത്തിൽ ആ ടീമിൽ അതായത് അവസാനത്തെ 15 മിനിറ്റ് തന്നെയാണ് ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കളി കാഴ്ചവെച്ചത്. അത്തരം ഒരു കളിയിൽ സ്വാഭാവികമായും ഈജിപ്റ്റ് അമ്പരന്ന് പോയി എന്നുള്ളത് വാസ്തവമാണ്. അതിനു മുമ്പുള്ള എന്തൊക്കെ ഈ പറഞ്ഞ റഫറിങ്ങിലെ കുഴപ്പം പറഞ്ഞാലും, പിന്നെ റഫറിങ് പണ്ട് നമ്മൾ ആദ്യം കളി കാണുമ്പോൾ ഇങ്ങനെ ഒരു വിദൂരത്തെവിടെയോ ഇരുന്നിട്ട് ചെറിയ ഉറുമ്പുകളെ പോലെ കുറേ കളിക്കാർ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ, ഏത് ടി വിയിൽ തന്നെ കാണുമ്പോൾ. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാം ക്ലോസ് റോട്ട് കാണുന്നുണ്ട്. നമ്മളൊരു റഫറി ആയിട്ടിരുന്നാണ് കളി കാണുന്നത്. ഇതിൻ്റെ എല്ലാം സൂക്ഷ്മമായ വിശകലനത്തിന് നമുക്ക് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കുറേ കൂടി അതിനകത്ത് കുറേ കൂടി എന്താണ് ഈ സൂക്ഷ്മമായി അതിനെ നിരീക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് ചില തോന്നലുകളുണ്ടാകും. അത് എല്ലാ കളിയിലും ഉണ്ട്. പക്ഷേ ഈ കളിയിൽ എന്താ നമുക്കിത് കൂടുതൽ തോന്നുന്നത്, ഇത് അർജൻറ്റീന എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ലോകം മുഴുവൻ ഏറ്റവും ആരാധകരുള്ള ടീം കളിക്കുന്നത് കൊണ്ടാണ് നമുക്കിതിനകത്ത് കൂടുതൽ കുഴപ്പം തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫിഫയെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് തന്നെ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ BCCIയെ കുറിച്ചുണ്ട്, ICCയെ കുറിച്ചുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം കയ്യിലിരിപ്പ് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എപ്പോഴും ഇത് നടത്തിപ്പ് ഏജൻസികളുടെ എല്ലാം കയ്യിലിരിപ്പ് അത്ര ശരിയൊന്നുമല്ല. അതിപ്പോൾ ഫിഫയുടെ ആയാലും ശരിയല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലെന്ന് മാത്രമല്ല, ഏറ്റവും പരിഹാസ്യമായ രീതിയിലാണ് അമേരിക്കയിലെ ലോകകപ്പ് ഇപ്പോൾ ഫിഫ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ട്രംപ് പറഞ്ഞിട്ട് ചുവപ്പ് കാർഡ് പിൻവലിച്ച ഫിഫ പ്രസിഡന്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊന്നും നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടതില്ല. പക്ഷേ മെസ്സിയെ പോലുള്ള ഒരു കളിക്കാരനെ അല്ലെങ്കിൽ ആ ടീമിൻ്റെ ആ അവസാനത്തെ 15 മിനിറ്റിൻ്റെ പ്രകടനത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുള്ള ഒരു സമീപനം എനിക്ക് എന്തായാലും സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ കേരളത്തിലുള്ളവർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അർജൻറ്റീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെഗുവേരയും മറഡോണയും അല്ല. അർജൻറ്റീന എന്ന് പറയുന്നത് അതിനപ്പുറത്തുള്ള പലതുമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ രാഷ്ട്രീയമായി കീറി മുറിക്കാനും അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്താനും ഒക്കെ നമ്മൾ നിൽക്കേണ്ടതില്ല. നമ്മളതിൻ്റെ കളി മാത്രം ആസ്വദിച്ചാൽ മതി എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം. പക്ഷേ കേരളത്തിലും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ വേൾഡ് കപ്പിലാണ് ഞാൻ വർഗീയമായ ചർച്ചകൾ ചില ടെലിവിഷൻ ചാനലുകൾ തന്നെ നടത്തുന്നത് കണ്ടത്. അതായത് ഈ ഫുട്ബോൾ വഴി ജിഹാദ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്ന ടെലിവിഷൻ ചാനലുകളുള്ള ലോകത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന മാനവികതയെക്കുറിച്ചൊക്കെ സ്വപ്നം കാണുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. അതാണല്ല ഇതിപ്പോൾ എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഇവിടെ നമ്മൾ രണ്ടുപേരും നിൽക്കുമ്പോൾ ഹർഷനാണ് വിദഗ്ധൻ. വിദഗ്ധനല്ല, ഇത് എല്ലാവരും ഫുട്ബോളിനെ കുറിച്ച് പറയുന്നു. അപ്പം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതുകൊണ്ട് പറയുന്നതാണ്. അതായത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമൊക്കെ ആയി മാറിയതുകൊണ്ടാണ്. ഞാൻ ആകെപ്പാടെ ഈ വേൾഡ് കപ്പിൽ 2 കളിയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ രണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുക മാത്രമല്ല, പിറ്റേന്ന് എല്ലാവരും പറയുന്നതോടെ കേട്ടു. അങ്ങനത്തെ ഒരു കളിയാണ് ഇന്നലെ കണ്ടത്. ഇപ്പോൾ ഇന്ന് മറ്റേ കേപ്പ് വെർദെ സ്പെയിനും ചേർന്ന് നടന്ന കളി, ആ കളിയാണ് മറ്റൊന്ന് കണ്ടത്. അപ്പോൾ ഞാനൊരു ഫുട്ബോളിൻ്റെ ആളല്ല. പിന്നെ എന്നാൽ ഫുട്ബോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റേതെങ്കിലും ഫുട്ബോൾ ഇങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ ആരാധനയ്ക്ക് പാത്രമായ ഒരു വലിയ സംഭവമായിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏറ്റവും സിമ്പിളായിട്ടൊരു കളിയാണെന്നാണ്. മനുഷ്യൻ്റെ മുന്നിൽ ഉരുണ്ട ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ തല ഇങ്ങനെ തട്ടി കളിച്ച് അത് ഏതോ കാലത്തോട്ട് തുടങ്ങിയാന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ്. എന്നാൽ അത്രയ്ക്ക് സിമ്പിൾ അല്ലാത്തതുകൊണ്ടാണ് അതിനകത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയം കലരുകയും അതിനകത്ത് പലതരത്തിലുള്ള പുതിയ സാങ്കേതികമായിട്ടുള്ള സംഗതികളൊക്കെ വെച്ചുള്ള നിയമങ്ങളൊക്കെ വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ കൂടിയാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇന്നലെ കളി കാണുമ്പോൾ എനിക്കും അവിടെ എന്തൊരു മനോഹരമായ ഗോളാണ് ഈജിപ്റ്റ് അടിച്ചത്. ഈ ഫൗൾ എന്ന് പറയുന്ന ഈ സംഗതിക്ക് ശേഷം കൊണ്ടുപോയി അടിച്ചതെന്നുള്ള കാര്യം എനിക്കും തോന്നിയിരുന്നു. അതിലൊരു ചെറിയ വിഷമവും തോന്നി. പക്ഷേ ഹർഷൻ പറഞ്ഞതുപോലെ ഈ 13 മിനിറ്റ് അല്ലേ, ബാക്കിയുള്ള 13 മിനിറ്റിൽ, അതായത് നോർമലി ഒരു ടീം നമ്മൾ കാണുന്ന ഒരു ടീമാണെങ്കിൽ അത്രയും നേരത്തെ ഈ 73-79 മിനിറ്റ് നേരത്തെ കളിക്കിടയിൽ ഇത്രമാത്രം തിരിച്ചടികൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഒരു ക്ഷീണവും മറ്റുമൊക്കെ ആളുകൾക്ക് വരും. അതായത് ഞങ്ങൾ തോൽക്കുകയാണ് എന്ന ആ ആത്മവിശ്വാസക്കുറവ് സ്വാഭാവികമായിട്ടും അവരെ കൂടുതൽ പരാജയപ്പെടുത്തുക ചെയ്യുക. അവിടെ നിന്ന് പോയിട്ട് ഇത് ജയിച്ചു വന്നു എന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ എന്താണ് മനുഷ്യർക്ക് നൽകുന്നതെന്ന് ചോദിച്ചാൽ, എന്ത് മെസ്സേജാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ്. അതായത് നിങ്ങൾ പരാജയപ്പെട്ടാലും പരാജയപ്പെടുന്നില്ല, നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കൂ എന്ന്, അല്ലേ? അതായത് നിങ്ങൾ ഏറ്റവും പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണു എന്ന് പറഞ്ഞാലും അവിടെ വെച്ച് നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത്. നിങ്ങൾ വീണ്ടും ഫൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വിജയം നിൽക്കും എന്നൊരു മെസ്സേജാണല്ലോ ഈ ഫുട്ബോളൊക്കെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നൽകിയ നല്ല മനോഹരമായ ഒരു കളിക്ക് ശേഷം പിറ്റേന്ന് രാവിലെ ഒന്ന് നോക്കും ഇതാണ്. പിറ്റേന്ന് രാവിലെ അന്നേരം മുതൽ വലിയ തരത്തിലുള്ള ബഹളമാണ്, ചർച്ചയാണ്. നമ്മളിപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമുക്ക് സാങ്കേതികമായിട്ട് ഏറ്റവും അടുത്ത് ഹർഷൻ പറഞ്ഞതുപോലെ ഏറ്റവും സൂക്ഷ്മമായിട്ട് ക്യാമറ വെച്ചിട്ട് കാര്യങ്ങളെല്ലാം പരിശോധിക്കാനുള്ള സംവിധാനം പോലും ഉണ്ട്. എന്നിട്ടും മനുഷ്യർക്കിടയിൽ തർക്കമാണ്. അതായത് നമ്മൾ പറയില്ലേ, ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ 2-3 അഭിപ്രായങ്ങളൊക്കെ അവരവർക്ക് വലിയ ശരിയാണെന്ന് തോന്നുന്നു,
ഒരു വിഭാഗം എതിർക്കുന്ന കാര്യം വളരെ പിന്നെ ഒരു വിഭാഗം ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന കാര്യം തന്നെ മറ്റൊരു വിഭാഗത്തിന് വലിയ എതിർപ്പിന് കാരണമാകുന്നു. അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ സ്വഭാവത്തിലെ ഈ പറയുന്ന ഏറ്റവും ബേസിക്കായുള്ള സംഗതികൾ കാണിച്ചില്ല. അതായത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്, അതൊന്നുകൂടെ വീണ്ടും വീണ്ടും സൂക്ഷ്മമായിട്ട് ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റയിലും മറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചെറിയ എന്ന് വെച്ചാൽ ക്യാമറ ദൃഷ്ടിയിൽ അത് കാണുന്നുണ്ട്. എന്നിട്ടും പക്ഷേ ഇതെന്താ സംഗതി എന്ന് മനുഷ്യർക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഹർഷൻ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കാര്യം. അതായത് ഇതിൻ്റെ പേരിൽ ആളുകളിങ്ങനെ വഴക്കടിക്കുന്നത്. ഇപ്പം സാധാരണ കളി കാണുന്ന ആളുകൾക്ക്, ഇപ്പോൾ കളിയോട് വലിയ ആരാധനയുള്ള ആളുകൾക്ക് ഇപ്പോൾ എൻ്റെ മെസ്സി ജയിക്കണമെന്നും എൻ്റെ അർജൻറ്റീന ജയിക്കണമെന്നും ആഗ്രഹിക്കുമ്പോൾ തന്നെ മറ്റേയാൾ തോറ്റ ഒരു വിഷമം കൂടെ തോന്നും. കാരണം ഇങ്ങനെ ഒരു കളിയെല്ലാം കളിച്ചിട്ട് അവർ അയ്യോ വിഷമിച്ച് അവിടെ പോയിരിക്കുന്നു, ആളുകളുടെ കണ്ണെന്ന് കണ്ണീര് വരുന്നു, സന്തോഷം കൊണ്ടും കണ്ണീര് വരും, പിന്നെ വേദന കൊണ്ടും കണ്ണീര് വരും. അപ്പോൾ അതിനകത്ത് അങ്ങനെയൊക്കെ തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കളി അവിടെ തീർന്നാൽ വിജയിച്ച ആളുകളുടെ ടീമിന് സന്തോഷം വരുമ്പോൾ തന്നെ മറ്റവൻ്റെ ഒരു വിഷമം മനസ്സിലാക്കുക കൂടെ ചെയ്യാതെ ഇത് ഭയങ്കരമായിട്ടുള്ള തർക്കമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയം ഇപ്പോൾ അതായത് ഏറ്റവും കലുഷിതമായ കാലത്ത് നടക്കുന്ന ഒരു വേൾഡ് കപ്പാണ്. ഇപ്പോൾ ഇതിനു മുമ്പും വേൾഡ് കപ്പുകൾ നടക്കുമ്പോൾ കലുഷിതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് ഇത്രക്ക് രണ്ട് യുദ്ധം നടക്കുകയാണ്. ഈ പറയുന്ന ഗാസയിലൊക്കെ വംശഹത്യനെ നടക്കുകയാണ്. ആളുകൾക്ക് ഏത് മനുഷ്യർക്കും പക്ഷം പിടിച്ചു പോയേക്കാവുന്ന, എനിക്ക് കിട്ടാവുന്ന വേദികളിൽ ഇതിനെതിരെ പറയണമെന്ന് തോന്നാവുന്ന മട്ടിൽ കുട്ടികളെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ട്രംപിനെ പോലത്തെ ഒരു വിടുവായനും ഒക്കെ ആയിട്ടുള്ള ഈ ചങ്ങാതി ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടൊരു രാഷ്ട്രത്തിനെ തലപ്പത്തിരിക്കുകയാണ്. അയാൾ കളി കണ്ടിട്ട് പറയുന്ന വർത്തമാനങ്ങൾ കേട്ടാൽ ഇപ്പോൾ എനിക്ക് വൈദഗ്ധ്യമില്ല എന്ന് പറയുന്നത് എനിക്ക് പോലും ചിരി വരും. അതായത് അയാൾ എൻ്റെ ഏറ്റവും നല്ല കളിക്കാരനാണ്, റെഡ് കാർഡ് കൊടുക്കരുത് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇമാതിരി വർത്തമാനം പറയുന്ന, ഇപ്പോൾ വൈദഗ്ധ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിലും ഇപ്പം ഞാനിത് എന്നാലും നമുക്ക് സംസാരിച്ചേക്കാം എന്ന തോന്നലുണ്ടായതിനൊക്കെ ഒരു കാരണം കൂടിയുണ്ട്. അത് ട്രംപിൻ്റെ വർത്തമാനങ്ങൾ ഒന്ന്. രണ്ടാമത്തേത് കഴിഞ്ഞ വർഷം ഒരു വീഡിയോ കാണുകയാണ്. 2 പെൺകുട്ടികൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുക, എന്തോ സിനിമയിലൊക്കെയുള്ള ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കുട്ടി പറയാണ്, അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കളി ഭ്രാന്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ബാഴ്സലോണ എന്നാണ് ഈ കുട്ടി ഉത്തരം പറയുന്നത്. ബാഴ്സലോണ കണ്ടോന്നറിയില്ല പക്ഷേ. പിന്നെ അപ്പോൾ ക്ലൂ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അർജൻറ്റ് എന്ന് പറയും. എന്നിട്ടും ഈ സംസാരിക്കുന്ന ആൾക്ക് അർജൻറ്റീന എന്നൊരു പേരറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടെ ലോകത്തുണ്ട് എന്ന് ഈ വലിയ കളി വിദഗ്ധരായിട്ടുള്ള മനുഷ്യർ, ലോകത്തല്ല ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം വലിയ കളി വിദഗ്ധരായിട്ടുള്ള ആളുകൾ കാണണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ഈ ലോകത്തിൽ തന്നെ ഈ ഫുട്ബോൾ പുസ്തകങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും വലിയ അതായിട്ട് ആളുകൾ പറയുന്നത് ഈ എഡ്വാർഡോ ഗലിയാനോയുടെ ഒരു പുസ്തകമാണ്. അതിൻ്റെ പേര് ഫുട്ബോൾ ഇൻ സൺ ആൻഡ് ഷാഡോ എന്ന് പറഞ്ഞിട്ടാണ്. വലിയ എഴുത്തുകാരും ഈ ഫുട്ബോൾ മേഖലയിലെ ആളുകളെല്ലാം വളരെ പ്രശസ്തമായിട്ട് ഉദ്ധരിക്കുന്ന ഭയങ്കര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ കവറിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഫുട്ബോൾ ഈസ് എ പ്ലഷർ ദാറ്റ് ഹേർട്സ് എന്നാണ്. വേദനിപ്പിക്കുന്ന ഒരു സന്തോഷമാണ് ഫുട്ബോൾ എന്നാണ് അതിൻ്റെ ഒരു ഫുട്ബോളിനെ പറ്റിയിട്ട് ഒറ്റ വരിയിൽ എഡ്വാർഡോ ഗലിയാനോ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് വേദനയുണ്ട്. അതിപ്പോൾ ഈജിപ്തിൻ്റെ വേദനയാണെങ്കിൽ അങ്ങനെയുണ്ട്. ഇതിനകത്ത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സ് ഉണ്ടാവും. ഇതുപോലൊരു കാലത്ത് നടക്കുമ്പോൾ പൊളിറ്റിക്സ് ഉണ്ടാവും. പലതരത്തിലുള്ള ഈ പറയുന്ന റേസിസ്റ്റ് സംഗതികൾ, ഇതുപോലെ വലിയൊരു വേദിയാകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഗതികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ആ ഒരു വേദന ഈജിപ്തിൻ്റെ ഫാൻസിന് ഉണ്ടായിട്ടുണ്ടാകും ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെയൊരു വലിയ മത്സരത്തിനൊടുവിൽ അർജൻറ്റീന ഔട്ടായി പോയത് തിരിച്ചു വന്നതിൽ അർജൻറ്റീനയും അർജൻറ്റീന വിരുദ്ധരും എന്ന മട്ടിൽ നിൽക്കുന്ന കേരളത്തിലും ഈ മട്ടിലെ ചർച്ചകൾ ഉണ്ടാവുക എന്നുള്ള സ്വാഭാവികമാണ്. ഒരു കാര്യം ഹർഷ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഈ അർജൻറ്റീന ഫാൻസ് ആകപ്പാടെ കുഴപ്പക്കാരാണ് എന്ന് പറയുന്ന കുറേ ആളുകൾ കാണുമ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് ദയവേത്. അത് നമ്മൾ കളി എന്ന് പറഞ്ഞാൽ കളി എന്നത് എന്ന പ്രയോഗത്തിൽ തന്നെ മലയാളത്തിൽ ഗൗരവത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടല്ലേ നമ്മൾ കളിമട്ടിൽ ഗൗരവമായിട്ട് എന്നൊക്കെയല്ലേ പറയാം. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു കളിക്കകത്തും ഗൗരവമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കളിക്കകത്തും തീരെ നിസ്സാരമായ കാര്യങ്ങളല്ല. പക്ഷേ എന്നാലും അതിനൊരു നിഷ്കളങ്കതയുടെ ഒരു ആനന്ദം കൂടെയുണ്ട്. ഇപ്പോൾ 10-30 വയസ്സും 40 വയസ്സൊക്കെയുള്ള ആളുകൾ ഒരു പന്തിന് പിന്നാലെ ഇങ്ങനെ ഓടുക എന്ന് വെച്ചാൽ നോർമലി നമ്മൾ റോഡ് മേലെ നടക്കുകയാണെങ്കിൽ ഇവനൊട്ടും സീരിയസ് അല്ലാത്ത ഒരാളാണെന്ന് പറയാം. പക്ഷേ ഇത് മെസ്സിയും മറ്റുമൊക്കെ ഈ പ്രായത്തിൽ ഓടുന്നത്, അപ്പോൾ അത് കളി വളരെ ഗൗരവമുള്ളൊരു കാര്യം കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനെ വല്ലാത്ത തരത്തിൽ ഈ പൊളിറ്റിക്സ് കയറിയിട്ട് അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവരുടെ ഈ വലിയ ചരിത്രത്തിനകത്തുള്ള വംശീയതയും പിന്നെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പിന്തിരിപ്പൻ സംഗതികളും എല്ലാം അർജൻറ്റീന എന്ന് പറഞ്ഞ ഫുട്ബോൾ ടീമിനെ അംഗീകരിക്കുകയും സന്തോഷിക്കുക, കളി കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് മേൽ ചാർത്തി കൊടുക്കുക എന്ന് വെച്ചാൽ അത് ചർച്ച ചെയ്യുന്നതും മനസ്സിലാക്കാം. പക്ഷേ അത് അവരുടെ മേൽ ചാർത്തി കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ആനന്ദിക്കുന്നത് വലിയ കുറ്റമാണ് കേട്ടോ എന്ന് പറയുന്നത് അങ്ങേയറ്റം ബോറായിട്ടുള്ള പരിപാടിയാണ്, എബ്സർഡായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ അർജൻറ്റീനക്കാരോട് അവരുടെ കവിത എഴുത്തിനെക്കുറിച്ച് അങ്ങനെയൊക്കെയാണല്ലോ പറയുക. അവർ കവിത എഴുതുന്നു, അവർ ജയിക്കുമ്പോൾ കൂടുതലായിട്ട് പറയുന്നു. ഇതിപ്പോൾ ഇന്നലെയൊക്കെ കണ്ട കളി കണ്ടാലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പോലും കവിത എഴുതി പോകും. എന്ന് വെച്ചാൽ അതൊരു രസമുള്ള പരിപാടിയാണ്. ഇത്രയും അവസാനം വീണടിഞ്ഞെടുത്ത് നിന്ന് ഇവർ ഉണർന്ന് എഴുന്നേറ്റ് വന്ന് ഗംഭീരമായിട്ട് കളിക്കുന്നു. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും കളിയെ ഗൗരവത്തിലെടുക്കുന്ന ആളുകൾക്കെല്ലാം അതേക്കുറിച്ച് 2 വർത്തമാനം പറയാൻ തോന്നുന്നു. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ അമേരിക്കയോട് സാമ്രാജ്യത്വ വിരുദ്ധതയുള്ള എത്രയോ ആളുകളുണ്ട്, അല്ലെ അമേരിക്ക എന്ന രാജ്യത്തോട് വലിയ ശത്രുതയുള്ള ആളുകളുണ്ട്. അവരെല്ലാം ഈ ഹോളിവുഡ് സിനിമയെ കണ്ട് സന്തോഷിക്കുന്നില്ലേ, അല്ലെ സന്തോഷിക്കാൻ പാടില്ലേ?
നമ്മളിപ്പോൾ ഹോളിവുഡിൽ സിനിമ കണ്ട് സന്തോഷിച്ചാൽ ഉടനെ അയ്യോ നിങ്ങൾ അമേരിക്കയുടെ ഈ സിനിമ കണ്ടിട്ട് ഇങ്ങനെ അമേരിക്കക്കാരനാവുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കുറ്റബോധത്തിലാകാൻ പാടുണ്ടോ? എന്ത് തരം ലോജിക്കാണ്? അപ്പോൾ അർജൻറ്റീന എന്ന് പറയുന്നൊരു വലിയ രാജ്യമാണ്. അപ്പോൾ അർജൻറ്റീന എന്ന രാജ്യത്തിൽ അതിൻ്റേതായുള്ള രാഷ്ട്രീയമായിട്ടുള്ള പക്ഷപാതിത്വങ്ങൾ, അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ, അതിൻ്റേതായിട്ടുള്ള മോശം ലീഡേഴ്സ്, മോശമായിട്ടുള്ള ചരിത്രം എല്ലാം ഉണ്ടാവും. അത് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. എന്ന് വെച്ചിട്ട് ആ കളി അവിടെ കണ്ട് ആസ്വദിക്കുന്ന മെസ്സിയോടും വലിയ ആരാധനയും മറ്റുള്ള ഈ കളിയുടെ ആസ്വാദകരായിട്ടുള്ള മനുഷ്യരാകപ്പാടെ അയ്യോ നിങ്ങൾ അതുകൊണ്ട് കുറ്റബോധത്തിലാറണം എന്ന് പറയുന്നത് ശരിയല്ല. ഈ പറയുന്ന ഫാൻ ഫൈറ്റൊക്കെ നടക്കാം, അതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. അല്ലാതെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് ഇതൊക്കെ വായിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ടുപോയ കളിയാണെങ്കിലും ഇത് ലോകത്താകപ്പാടെ എല്ലാവരും ഒക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാകുന്നതുകൊണ്ട് നമ്മളിതുമായി ബന്ധപ്പെട്ട രസമുള്ള കാര്യങ്ങളെല്ലാം കാണും. അപ്പോൾ അയ്യോ എനിക്കറിയാവുന്ന ഒരു അർജൻറ്റീന ഫാൻ അവൻ ഇത്രയും മോശക്കാരനാണോ എന്ന് നമുക്ക് തോന്നാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ അർജൻറ്റീന ഫാൻ തന്നെ തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ പരിപാടി നിർത്തി വെച്ചിട്ട് ബാക്കി കളിയോട് കാണണമെന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെ ചീത്ത വിളിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ നടപടികൾ ഈ ലോകകപ്പിൽ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. സംഘടനയുടെ നടപടികൾക്ക് പുറമെ റഫറിയിങ്ങിലെ പിശകുകളും VAR എന്ന സാങ്കേതിക വിദ്യയുമെല്ലാമാണ് വീണ്ടും സംശയനിഴലിലാകുന്നത്. ടൂർണമെൻറ്റിലെ റഫറിയുടെയും ഫിഫയുടെയും തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതും ഇതാദ്യമായല്ല എന്നതും ശ്രദ്ധേയമാണ്. ടൂർണമെൻറ്റിലെത്തിയ ഇറാൻ താരങ്ങൾക്ക് മെക്സിക്കോയിൽ കഴിയേണ്ടി വന്നതും മത്സരത്തിന് ശേഷം ഉടൻ അമേരിക്ക വിടാൻ നിർദ്ദേശം ലഭിച്ചതുമെല്ലാം ലോകകപ്പിൻ്റെ തുടക്കത്തിലെ വിവാദമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫിഫയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. രാജ്യാതിർത്തികൾക്കും അപ്പുറം ആളുകളെ ഒരുമിപ്പിക്കാനുള്ള ശേഷിയുള്ള ഒന്നാണ് ഫുട്ബോൾ എന്നത് ഓർക്കേണ്ടതുണ്ട്. ഫുട്ബോൾ ലോകകപ്പ് നടക്കുമ്പോൾ അതിൻ്റെ സംഘാടനത്തിലും നടപടികളിലും സുതാര്യത വരുത്തേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അർജന്റീന ഈജിപ്റ്റ് കളിയെ സംബന്ധിച്ചിടത്തോളം റഫറിയുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് തീരുമാനങ്ങളിലെ വ്യക്തതക്കുറവ് മൂലമാണ് എന്നത് തീർച്ചയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൻ്റെ സൗന്ദര്യത്തെ ഇനിയും ഇത്തരം വിവാദങ്ങൾ നിറം കെടുത്തില്ല എന്ന് പ്രതീക്ഷിക്കാം.